day all of you. Welcome to Kunji's class. Today we will discuss about your first chapter of science, matter in our surroundings. Shall we start? Matter in our surroundings. As we look at our surroundings, we see a large variety of things with different shapes, sizes and textures. നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് കാണാനായിട്ട് സാധിക്കും അല്ലേ? പല സൈസിലുള്ള, പല ഷേപ്പിലുള്ള, പല ടെക്സ്ചറിലുള്ള ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവരിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ വിച്ച് സയൻറ്റിസ്റ്റ് ഹാവ് നെയ്മഡ് മാറ്റർ. അപ്പോൾ അതിനെ സയൻറ്റിസ്റ്റ് വിളിക്കുന്ന പേരാണ് മാറ്റർ. ദ എയർ വി ബ്രീത്ത്, ദ ഫുഡ് വി ഈറ്റ്, സ്റ്റോൺസ്, ക്ലൗഡ്സ്, സ്റ്റാർസ്, പ്ലാന്റ്സ് and animals, even a small drop of water or a particle of sand, everything is matter. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥമാണ് അല്ലേ? അപ്പം നമ്മൾ കാണുന്ന ഏതൊരു വസ്തു എന്താണ്? പദാർത്ഥമാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ മാറ്ററാണ്. അപ്പോൾ ഫിസിക്കലുണ്ട്, അതുപോലെ തന്നെ കെമിക്കലും ഉണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ലിക്വിഡ് ആകാം, അതും അല്ലെങ്കിൽ സോളിഡ് ആകാം, അതുപോലെ ഗ്യാസും ആകാം. അപ്പം ഇതിനെയെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? മാറ്റർ എന്നാണ് പറയുന്നത്. വി ക്യാൻ ഓൾസോ സീ ആസ് വി ലുക്ക് അറൗണ്ട് ദാറ്റ് ഓൾ ദ തിങ്സ് മെൻഷൻഡ് എബവ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാവ് മാസ്. അപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട്? അതിന് സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്, അതുപോലെ തന്നെ അതിന് മാസും ഉണ്ട്. സോ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ആൻഡ് ഈസ് ഫെൽറ്റ് ബൈ സെൻസസ് ഈസ് കോൾഡ് മാറ്റർ. അപ്പം വാട്ട് ഈസ് മാറ്റർ എന്ന് ചോദിച്ചാൽ എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് മാസ് ആൻഡ് ഈസ് ഫെൽറ്റ് ബൈ സെൻസസ് ഈസ് കോൾഡ് മാറ്റർ. In other words, they have both mass and volume. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിന് മാസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വോളിയം ഉണ്ട്. ഓക്കെ. Since early times, human beings have been trying to understand their surroundings. Early Indian philosophers classified matter in the form of 5 basic elements, the Panchatattva: air, earth, fire, സ്കൈ ആൻഡ് വാട്ടർ. അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പഞ്ചാംഗമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് പഞ്ചഭൂതങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ബേസിക് എലമെൻസിനെ ഇന്ത്യൻ ഫിലോസഫേഴ്സ് മെൻഷൻ ചെയ്തിരുന്നത്. അതായത് ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ഈ 5 പഞ്ചഭൂതങ്ങളെ അല്ലെങ്കിൽ പഞ്ചതത്വയെ ആധാരമാക്കിയിട്ടായിരുന്നു. അതുതന്നെയാണ് സയൻറ്റിസ്റ്റും പറയുന്നത്. According to them, living or non-living was made up of these 5 basic elements. അത് ലിവിങ് ആയിക്കോട്ടെ നോൺ ലിവിങ് ആയിക്കോട്ടെ എല്ലാം ഈ 5 ബേസിക് എലമെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. Ancient Greek philosophers had arrived at a similar classification of matter. ഇത് തന്നെയാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സും പറഞ്ഞു വച്ചിരിക്കുന്നത്. മോഡേൺ ഡേ സയൻറ്റിസ്റ്റ് ഹാവ് ഇവോൾവ് 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ നേച്ചർ. അപ്പം സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയിൽ അതിനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓർ കെമിക്കൽ നേച്ചറുമായിട്ട് അതിനെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. In this chapter, we shall learn about matter based on its physical properties. Chemical aspects of matter will be taken up in subsequent chapters. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ ആസ്പെക്ട്സ് വരും ചാപ്റ്ററുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്കറിയാമല്ലോ 9th മുതൽ ബോർഡ് എക്സാമാണ് അല്ലേ? 9th 10th ഒക്കെ ഇനി അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാം ബോർഡ് എക്സാമാണ്. സെമസ്റ്റർ വൈസ് ബോർഡ് എക്സാമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പോർഷനും ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പോർഷനിൽ നിന്നും CBSE എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഓരോ പോർഷൻ പഠിപ്പിക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ CBSE എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്
ഓരോ പോർഷനിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ലല്ലോ വരുന്നത്. അപ്പം ഓരോ പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ആ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പോർഷനും കൂടി കവർ ചെയ്താണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ആ പോർഷൻ്റെ ഓരോ ഭാഗവും എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിൽ CBSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി പിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് കൂടെ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അതായത് ഓരോ പോർഷനിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എക്സാം ടോപ്പേഴ്സിൻ്റെയും കുഞ്ഞീസ് ക്ലാസ്സിൻ്റെയും ബേസിക് ലക്ഷ്യം നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. അതായത് ഈ 2 ചാനലും വാച്ച് ചെയ്യുന്നവർ ഫുൾ മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇനിയിപ്പം ബോർഡ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ഒട്ടും ഉഴപ്പൊന്നും പാടില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതിനനുസരിച്ച് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പോർഷൻസ് കവർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ. Physical nature of matter. Matter is made up of particles. For a long time, 2 schools of thought prevailed regarding the nature of matter. One school believed matter to be continuous like a block of wood, whereas the other thought that matter was made up of the particles like sand. 2 സ്കൂളുകൾ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. മാറ്റർ എന്ന് പറയുന്ന ബ്ലോക്ക് ഓഫ് വുഡാണെന്ന് ഒരു സ്കൂൾ പറയുന്നു, മറ്റേ സ്കൂൾ പറയുന്നു പാർട്ടിക്കിൾസ് ഓഫ് സാൻഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, ലെറ്റ് us പെർഫോം ആൻ ആക്ടിവിറ്റി ടു ഡിസൈഡ് അബൌട്ട് ദി നേച്ചർ ഓഫ് മാറ്റർ. ഈസ് ഇറ്റ് കണ്ടിന്യൂസ് ഓർ പർട്ടിക്കുലേറ്റ്? അപ്പം നമുക്ക് ഈ മാറ്ററിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിൽ കൂടി, അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം കുറേ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ചെറിയ ആക്ടിവിറ്റീസാണ്, നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ കഴിയുന്ന ചെറിയ ആക്ടിവിറ്റീസാണ്. ഓക്കെ, CBSE കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ, തൊട്ട് പ്രീവിയസ് ഇയേഴ്സ് അല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മീൻ ബൈ പർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ. പർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. The particles which make up matter are atoms or molecules. ഇതിനെയാണ് particulate matter എന്ന് പറയുന്നത്. Particles which make up matter are atoms or molecules. അതൊക്കെ നിങ്ങൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കും. ഓക്കെ, ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞത്. ടേക്ക് എ 100 ml ബീക്കർ, ഫിൽ ഹാഫ് ദ ബീക്കർ വിത്ത് വാട്ടർ ആൻഡ് മാർക്ക് ദ ലെവൽ ഓഫ് വാട്ടർ. അതായത് ഒരു ബീക്കർ എടുക്കുക, അതിനകത്ത് ഹാഫ് പോർഷൻ വാട്ടർ എടുക്കുക. ഡിസോൾവ് സം സോൾട്ട് ഓർ ഷുഗർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഗ്ലാസ് റോഡ്. ഇപ്പോൾ ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചിട്ട് ഓർ സ്പൂണ് എന്തുപയോഗിച്ചിട്ടായാലും നിങ്ങൾ ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ അതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുക. ഒബ്സർവ് എനി ചേഞ്ച് ഇൻ വാട്ടർ ലെവൽ. എന്നിട്ട് ആ വാട്ടർ ലെവലിന് വരുന്ന ചേഞ്ച് എന്താണ്? അതായത് നമ്മളിപ്പോൾ 1 സ്പൂൺ സോൾട്ടാണ് അല്ലെങ്കിൽ 1 സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് വാട്ടറിൻ്റെ ലെവൽ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ ലെവൽ ഇൻക്രീസ് ആകുന്നുണ്ടോ. ദാറ്റ് മീൻസ് ഒരു മാർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ വാട്ടർ നേരത്തെ വെച്ചിരുന്നത്, ഹാഫ് പോർഷൻ, അതിനൊരു മാർക്ക് കൊടുക്കുക. അതിൽ നിന്ന് അല്പമെങ്കിലും മുകളിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ഉയരില്ല. അതായത് സോൾട്ട് ആയാലും ഷുഗർ ആയാലും അതിൽ ആഡ് ചെയ്ത് അതിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അല്പം പോലും വാട്ടർ ഉയരില്ല. വാട്ട് ഡു യു തിങ്ക് ഹാസ് ഹാപ്പൻ ടു ദി സോൾട്ട്? ആ സോൾട്ടിന് അല്ലെങ്കിൽ ഷുഗറിന് എന്ത് സംഭവിച്ചു? വേർ ഡസ് ഇറ്റ് ഡിസപ്പിയർ? അത് ഡിസപ്പിയർ ആയി അല്ലേ, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് എവിടേക്ക് പോയി? ഡസ് ദ ലെവൽ ഓഫ് വാട്ടർ ചേഞ്ച്? അപ്പം നിങ്ങളതൊന്ന് ജസ്റ്റ് വെറുതെ ഒരു ആക്ടിവിറ്റിന്നേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് ഷുഗർ ഗെറ്റ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ. അപ്പം ആ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടറിലേക്ക് ആ പാർട്ടിക്കിൾസ് ഓഫ് ഷുഗർ ആ സ്പേസിലേക്ക് കടന്നു. സോ ദെയർ വാസ് നോ റൈസ് ഇൻ വാട്ടർ ലെവൽ. ദസ് വി ക്യാൻ സേ ദാറ്റ് ദി നേച്ചർ ഓഫ് മാറ്റർ ഈസ് പർട്ടിക്കുലേറ്റ് ആൻഡ് നോട്ട്
കണ്ടിന്യൂസ്. അപ്പം നമുക്ക് പറയാനായിട്ട് സാധിക്കും നേച്ചർ ഓഫ് മാറ്റർ ഈസ് particulate ആണ്, നോട്ട് കണ്ടിന്യൂസ്. ഈ ക്വസ്റ്റ്യൻ CBSE നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ആക്ടിവിറ്റി ദാറ്റ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഒരു ആക്ടിവിറ്റിയിൽ കൂടി നിങ്ങൾ കാണിക്കുക മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയിൽ കൂടി ഷോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് പറയുക. അപ്പോൾ അതിന് ഈ ഒരു ആക്ടിവിറ്റി തന്നെയാണ് അവിടെ പറയേണ്ടത്. അതായത് വാട്ടർ എടുക്കുക, ഹാഫ് പോർഷൻ എടുക്കുക, അതിനുള്ളിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുക, ദെൻ നന്നായിട്ട് ആ ഗ്ലാസ് റോഡ് കൊണ്ട് അതിനെ ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം അവിടെ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വാട്ടർ ലെവലിൽ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിൻ്റെ കാരണം ഇതാണ്, ദ പാർട്ടിക്കിൾസ് ഓഫ് സോൾട്ട് ഗെറ്റ് ഇൻ ടു ദി സ്പേസസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ. അപ്പോൾ അത്രയും എഴുതി വയ്ക്കുക. ഓക്കെ. ഹൗ സ്മോൾ ആർ ദീസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, അതിനും ഒരു ആക്ടിവിറ്റിയാണ്. Take 2-3 crystals of potassium permanganate and dissolve them in 100 ml of water. ഇവിടെ ഒരു ആക്ടിവിറ്റി, ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളർ ലിക്വിഡ് അവിടെ ഉപയോഗിക്കാം. അതായത് ഇപ്പം ഇങ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഉജാലയൊക്കെ അല്ലേ, അപ്പോൾ അതാണെങ്കിലും കളർ ലിക്വിഡാണ് അല്ലേ. അതിൻ്റെ കുറച്ച് ഒരു 2-3 അല്ലെങ്കിൽ 5 ഡ്രോപ്സൊക്കെ വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. ഇവർ പറഞ്ഞിരിക്കുന്ന അത്രയും വാട്ടർ എടുക്കുക, 100 മില്ലി വാട്ടർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കളർ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ബീക്കറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല എങ്കിൽ ഗ്ലാസ് ആയാലും മതി. 100 മില്ലി വാട്ടർ എടുക്കുക, അതിലേക്ക് 2-3 ഡ്രോപ്സ് ഓഫ് എന്ത് ലിക്വിഡാണ്, കളർ ലിക്വിഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ടേക്ക് ഔട്ട് 10 മില്ലി ഓഫ് ദിസ് സൊല്യൂഷൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻറ്റു 90 മില്ലി ഓഫ് ക്ലിയർ വാട്ടർ. വീണ്ടും ഇതിൽ നിന്നും, അതായത് നിങ്ങൾ ഈ 100 മില്ലിക്കകത്തേക്കായിരുന്നു ആഡ് ചെയ്തിരുന്നത്, അതിൽ നിന്നൊരു 10 മില്ലി എടുക്കുക, അത് വേറൊരു 90 മില്ലി വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച്, ഇപ്പം വാട്ടറിൻ്റെ ലെവൽ മീൻസ് അളവ് ചേഞ്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്യുക. ടേക്ക് ഔട്ട് 10 മില്ലി, അതിൽ നിന്ന് വീണ്ടും 10 മില്ലി എടുക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്നും അല്ലെ ആ ബീക്കറിൽ നിന്നും 10 മില്ലി എടുക്കുക, അത് അടുത്ത ഗ്ലാസ്സിലേക്ക് വീണ്ടും 90 മില്ലിയിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വാട്ടറിൻ്റെ കളറിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, മീൻസ് ഡൈല്യൂട്ട് ആകുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ ഡൈല്യൂഷനാണല്ലോ അവിടെ നടത്തുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ആ ലാസ്റ്റ് ഗ്ലാസ് വരെയും നമ്മൾ നോക്കുമ്പോഴും അതിനകത്ത് ആ ഒരു സ്ലൈറ്റ് കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് ജസ്റ്റ് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ക്യാൻ കളർ എ ലാർജ് വോളിയം ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളത്തിലേക്ക് ഒരു ചെറിയൊരു തരി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മതി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കളർ ലിക്വിഡ് എടുക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മതി, 2-3 ഡ്രോപ്സ് ഒക്കെ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ കളർ മീൻസ് വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് വരുത്താനായിട്ട്, കളറൊന്ന് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. So we conclude that there must be millions of tiny particles in just one crystal of potassium permanganate. അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു ചെറിയ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഒരു ചെറിയ തരിയിൽ പോലും എന്തുണ്ട്, മില്യൺസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്, ഓക്കെ, വിച്ച് കീപ്പ് ഓൺ ഡിവൈഡിങ് ദംസെൽസ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു തരിയിൽ നിന്ന് ആണ് ഇത്രയും മാറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ആൻ ആക്ടിവിറ്റി ടു ഷോ ദാറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. അതായത് ഒരു മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പ്രവർത്തനം ഏത് രീതിയിലാണ്, മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റാണ് അവിടെ പറയേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കൺക്ലൂഷനായിട്ട്, അതായത് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരുമ്പോഴും അതിൻ്റെ ആ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണ്, ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് ദെയർ മസ്റ്റ് ബി ബില്യൺസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ഇൻ ജസ്റ്റ് വൺ ക്രിസ്റ്റൽ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വിച്ച് കീപ്പ് ഓൺ ഡിവൈഡിങ് ദംസെൽസ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. That is, particles of matter are very small. ഇനി ഇതേ ആക്ടിവിറ്റി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ
കളേർഡ് ലിക്വിഡൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോൾ ഉപയോഗിച്ച്, കാരണം ഡെറ്റോളിനൊരു സ്മെല്ലുണ്ടല്ലോ, സ്മെല്ലുള്ള മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് പകരം ഇത് തന്നെ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് അതിനെ എത്ര ഡൈല്യൂട്ട് ആക്കുമ്പോഴും ആ ഒരു ഡെറ്റോളിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടില്ല എങ്കിൽ കൂടിയും ചെറിയൊരു സ്മെല്ല് എത്ര നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയാലും അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ, ദേ ആർ സ്മോൾ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഇതോടുകൂടി ഇന്നത്തെ പോർഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ മറ്റൊരു ചാനലായ എക്സാം ടോപ്പേഴ്സും നിങ്ങളെല്ലാവരും കയറി കാണുക. താങ്ക് യു.